ഇന്നത്തെ കാലത്തെ ഈ ഇസ്ലാം മത വിശ്വാസത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് വേറൊന്നുമല്ല, നല്ലത് ചെയ്താൽ അത് വ്യക്തിക്ക് കൊടുക്കും, മോശമായി ചെയ്താൽ അത് മതത്തിനും കൊടുക്കും. അത്തരമൊരു വൈരുദ്ധ്യം വിമർശനങ്ങളുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഇന്ന് നാം സമൂഹത്തിൽ കാണുന്ന, നേർക്ക് നേരെ കാണുന്ന ഒരു പച്ചയായ സത്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ഒരുപാട് നന്മയും തിന്മയും ചെയ്യും. ആ നന്മകൾ ചെയ്യുന്നത് അയാളിലെ ബോധ്യം കൊണ്ടോ, അയാളിലെ വിശ്വാസം കൊണ്ടോ, അയാൾ പഠിച്ച ധാർമ്മികത കൊണ്ടോ, അല്ലെങ്കിൽ അയാൾ എന്തൊരു ആഗ്രഹത്തിനും ലക്ഷ്യത്തിലുമാണോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിച്ചു പറയാവുന്നത് അയാൾക്കാണ്. ചിലപ്പോൾ കച്ചവടക്കാർ ചെയ്യുമ്പോൾ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി നടത്തും, രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി നടത്തുന്നവരുണ്ടാവും, മതപരമായി ചിലർ ചെയ്യുമ്പോൾ അവരവരുടെ സംഘടനയ്ക്ക് വേണ്ടി നടത്തുന്നവരുണ്ടാവും. എന്നാൽ ഇവരിലെല്ലാവരിലും ഇതിനൊക്കെ ഉപരി, അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളതിനോട് കൂടി തന്നെ ദൈവത്തിൻ്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ച് നടത്തുന്നവരും ഉണ്ടാവും. ചില സവിശേഷ ദിവസങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യരുണ്ടാകുന്നത് ഇപ്പോൾ റംസാൻ മാസമാവുമ്പോൾ, അല്ലെങ്കിൽ രാമായണ മാസമാവുമ്പോൾ, അല്ലെങ്കിൽ നോമ്പ് കാലം, ക്രൈസ്തവ മതവിശ്വാസികൾക്ക് നോമ്പ് കാലമാകുമ്പോഴൊക്കെ പ്രത്യേകമായ സഹായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ടാവും. ചിലർ മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങളിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ ഓരോരുത്തർ ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ മതങ്ങൾക്കുള്ളിലും കള്ളന്മാർ, മോഷ്ടാക്കൾ, ദുഷ്ടന്മാർ, ക്രൂരന്മാർ, ഇങ്ങനെ അടക്കമുള്ളവരെല്ലാം ഉണ്ടാവും. ഏതെങ്കിലും ഒരു മതത്തെയോ ജാതിയെയോ പൂർണ്ണമായും നന്മയുള്ളവരെ മാത്രമായോ പൂർണ്ണമായും തിന്മയുള്ളവരെ മാത്രമായോ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. നമുക്കറിയാം, അതിപ്പോൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. എല്ലാ പേരുകാരിലും ഉണ്ട് കള്ളന്മാർ, എല്ലാ പേരുകാരിലും ഉണ്ട് കൊള്ളക്കാർ, എല്ലാ പേരുകാരിലും ഉണ്ട് അപരാധികൾ, എല്ലാ പേരുകാരിലും ഉണ്ട് നല്ല മനുഷ്യർ. പക്ഷേ സവിശേഷമായി ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ഒരു സബ്ജക്റ്റ് വരുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ യൂസുഫ് അലി ഒരു നന്മ ചെയ്തു. അപ്പോൾ ആ യൂസുഫ് അലിയൊക്കെ നന്മ ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത് യൂസുഫ് അലി എന്ന് പറയുന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ, വലിയ വ്യാപാരി, വലിയ ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചുള്ള പ്രവാസി വ്യവസായി, ജനങ്ങൾ ഹൃദയത്തിലുള്ള വലിയ കോടീശ്വരൻ എന്നൊക്കെ തരത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയാറുണ്ട്. ശരിയുമാണ്. അങ്ങനെ അതുപോലുള്ള പലരുമുണ്ട്. അങ്ങനെ പലരും അങ്ങനെ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത് നേരെ ആ വ്യക്തിയിലേക്കാണ്, അയാളുടെ ഒരു സംഗതിയിലേക്കാണ്. ഇനി അങ്ങനെ വ്യക്തിയിലേക്കാണ് പോകുന്നതെങ്കിൽ തിന്മ ചെയ്യുന്നവൻ്റെ തിന്മകളെയും ആ വ്യക്തിയിലേക്ക് പോകണ്ടേ? ഇപ്പോൾ ഒരുത്തനൊരു പാവം പെൺകുട്ടിയെ അടിച്ചു കൊന്നു. ആ അടിച്ചു കൊന്നത് അവൻ്റെ തിന്മയാണ്, അവൻ്റെ ക്രൂരതയാണ്. അതേസമയം തന്നെ ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ കല്യാണം കഴിച്ച് നിശബ്ദമായി സന്തോഷത്തോടെ ഈ ഒരേ മതത്തിൽപ്പെട്ടവർ നാളും നേരവും പിന്നെ അതിൻ്റെ സംഗതിയും പ്രാർത്ഥനയും ഒക്കെ നിർവഹിച്ച് ഒന്നായവരെക്കാൾ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളും വേറെയുണ്ട്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ള സംഗതികളുമുണ്ട്. അപ്പോൾ എവൻ ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ എവന് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എവൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണ്ടേ? അതിന് പകരം ആ സന്ദർഭത്തിൽ അത് പോകുന്നത് മതത്തിലേക്കാണ്. അപ്പോഴേക്ക് നേരെ അത് ജിഹാദായി, അല്ലെങ്കിൽ വേറൊരു തരത്തിലായി, അതിന് വേറൊരു ഭാഷ്യം നൽകി അതിനെ മറ്റൊരു തരത്തിലേക്കാണ് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ സവിശേഷമായി ഒരു മുസ്ലിം പേരുകാരൻ എന്തിലെങ്കിലും അകപ്പെട്ടാൽ, എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും സംസാരിച്ചാൽ ചാർത്തി കൊടുക്കുന്ന ഒരു ചാപ്പയടിയുടെ രീതിയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അത് നിങ്ങൾ എവിടെ നോക്കിയാലും കാണും. ഇപ്പോൾ ഒന്നെങ്കിലും ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നന്മയെല്ലാം മതത്തിന് കൊടുക്കൂ, തിന്മയും അതുപോലെ മതത്തിന് കൊടുക്കൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നന്മയെല്ലാം വ്യക്തിക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഈ തിന്മയും അതാത് വ്യക്തിയുടെ ലയബിലിറ്റിയായി ഫിക്സ് ചെയ്യൂ. അതല്ലേ അതിൻ്റെ ഒരു നീതി. പക്ഷേ അതല്ല നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ നന്മയും തിന്മയും വരുന്ന വാർത്തകളിലേക്ക് നിങ്ങളൊന്ന് കടന്നു നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു നന്മ ചെയ്യുന്ന ആളിൻ്റെ കാര്യം പറയുമ്പോൾ അയാളുടെ പേര് മാത്രമേ പറയൂ, അല്ലെങ്കിൽ അയാളുടെ കുടുംബമേ പറയൂ, അയാളാണ് ചെയ്തതെന്നേ പറയൂ, അല്ലെങ്കിൽ അയാൾ ഇന്ന വിശ്വാസി ആയതുകൊണ്ടാണ് ചെയ്തത് എന്ന് പറയാറില്ല. വാർത്തയ്ക്ക് അതിൽ പ്രാധാന്യമില്ല. എന്നാൽ അതുപോലെ തിന്മ ചെയ്യുമ്പോഴും അങ്ങനെ വേണ്ടേ? ഇന്നവനാണ് ചെയ്തത്, അവൻ ക്രൂരനാണ്, അവൻ സൈക്കോ ആണ്, അത് പറയും. അതിന് പകരം നേരെ പോകുന്നത് ഇതിലേക്കാണ്. ഇത് പണ്ട് ഒരു സമൂഹത്തിലാണെങ്കിൽ ഇപ്പോൾ തിരിച്ചുകൊണ്ടത്. ഇപ്പോൾ ഒരു ഹിന്ദു പേരുകാരൻ എന്തെങ്കിലും ചെയ്താൽ അവനെ സംഖ്യയാക്കും, അങ്ങനെയുണ്ട്. പേര് മാത്രം മതി. ഒരു ക്രിസ്ത്യാനിയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ക്രിസ്സംഖ്യയാക്കും. ഇതൊക്കെ ഇപ്പോൾ വളരെ സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്. അങ്ങനെ ചെയ്യുന്നവർ പിന്മാറാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഇത് വായിക്കുമ്പോൾ മറിച്ചൊരു ചിന്ത തോന്നുന്നവർക്ക് ഒരു
ബോധ്യമുണ്ടാകാൻ നൽകുന്ന ഒരു സൂചന മാത്രമാണിത്.